തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പരീക്ഷണങ്ങൾ ഒരുപാട് വന്ന് അവസാനം കുട്ടിയില്ലാതായി എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. കുട്ടിയില്ലാതായി എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ഒരു കാരണവശാലും ഇന്ത്യ ഈ ഒരു കണ്ടീഷനിൽ സായി സുദർശനെ തീർച്ചയായിട്ടും ഈ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. കാരണം ആ ഒരു ഇന്ത്യയുടെ ടോപ്പ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്പർ 3 ബാറ്റർ ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മാർണസ് ലബുഷൈൻ ആ ഒരു പൊസിഷനിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നോക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്, അതായത് ടോപ്പ് 3 ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് അവരുടെ നമ്പർ 3 പൊസിഷനിൽ ഇറങ്ങുന്നത്. ഇന്ത്യക്ക് വേണമെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ, കഴിഞ്ഞ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ സായി സുദർശൻ ഒരു ഇന്നിങ്സിൽ 87 അടുത്ത ഇന്നിങ്സിൽ 37 റൺസ് നേടിയിരുന്നു. അപ്പം തീർച്ചയായും അദ്ദേഹത്തെ ഗ്രൂം ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഗൗതം ഗംഭീർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ പരീക്ഷണങ്ങൾ കൂടി T20യിൽ നമ്മൾ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ശിവൻ ദൂബെ ടീമിലെടുക്കുന്നു, അദ്ദേഹത്തെ പിന്നെ ബാറ്റിങ്ങിന് അയക്കുന്നില്ല, ബോളിങ്ങിന് അയക്കുന്നില്ല, 8-മനായിട്ട് ഇറക്കുന്നു. സഞ്ജു സാംസണെ 5-മനായിട്ട് എന്ന് പറഞ്ഞിട്ട് സഞ്ജു സാംസണെ 8-മനായിട്ട് ഇറക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ T20യിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഗംഭീർ പറയുന്നത് വ്യക്തിഗത മികവിനല്ല, ടീമിൻ്റെ പെർഫോമൻസിനാണ്. പക്ഷേ വ്യക്തിഗത മികവ് കൊണ്ട് മാത്രമാണ് ടീമിൻ്റെ പെർഫോമൻസ് നന്നാവുകയുള്ളൂ. അതായത് ഒരുപാട് വ്യക്തികൾ ചേർന്നതാണ് ഒരു ടീം. പക്ഷെ അതിൽ വ്യക്തിഗത പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക തന്നെ വേണം. ഇവിടെ കൃത്യമായിട്ടും നമ്പർ 3 ഒരു ഇതായിട്ട് വാഷിംഗ്ടൺ സുന്ദറിനെ പരീക്ഷിക്കുമ്പോൾ ഫ്ലോപ്പ് എന്നല്ല, അവിടെ നമുക്ക് സെക്കൻഡ് ഇന്നിംഗ്സിന്റെ ഒരു അവസ്ഥയല്ല നമ്മൾ നോക്കും. അങ്ങനെയല്ല. പക്ഷേ ഈ കളി എന്ത് സംഭവിച്ചു? കളി തോറ്റില്ലേ? അതായത് കൃത്യമായിട്ട് നമ്മൾ പറയേണ്ടത് അഭിപ്രായ വ്യത്യാസം. ആകെ 93 റൺസ് എടുത്ത ഇന്ത്യയില് 30 റൺസ് സ്കോർ ചെയ്ത ഒരാൾ എങ്ങനെ ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റും? വാലറ്റത്ത് ഒരാൾ ഇറങ്ങി അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അക്സർ പട്ടേൽ അവസാനം ഇറങ്ങിയിട്ട് അടിച്ചു, അദ്ദേഹം 27 റൺസ് അങ്ങനെ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രമിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്, ഈ പരീക്ഷണങ്ങൾ ടെസ്റ്റിലേക്കും കൂടി വരുന്ന സമയത്ത് ഇന്ത്യയുടെ സായി സുദർശൻ എന്തുകൊണ്ട് മാറ്റി? അതിനെന്താ ഉത്തരവുള്ളത്? അതായത് വാഷിംഗ്ടൺ സുന്ദർ ഈ ഒരു മത്സരത്തിൽ 1 ഡൗൺ ഇറങ്ങേണ്ട അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഓൾറെഡി 3 സ്പിന്നേഴ്സ് പ്രൂവ് ചെയ്തു എന്നുള്ളതല്ലേ. ഇതൊരു പ്രൂവായിട്ട് പരാജയപ്പെട്ടു, ശരിയാണ്. ഇതൊരു പ്രൂവായിട്ട് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇതിൽ നമുക്കൊരാളെ ഗ്രൂം ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനെ തന്നെ ഗ്രൂം ചെയ്യണം. ഇവിടെ ബാറ്റ് ചെയ്തിരുന്നത് രാഹുൽ ദ്രാവിഡാണ് മുമ്പ്. രാഹുൽ ദ്രാവിഡ് ബാറ്റ് ചെയ്തു, ചേതേശ്വർ പുജാര ബാറ്റ് ചെയ്തു. നമ്മൾ ഇന്ന് വാഷിംഗ്ടൺ സുന്ദർ ടോപ്പ് സ്കോറായി എന്ന് പറഞ്ഞു സച്ചിൻ ബാറ്റ് ചെയ്തെടുത്തപ്പോൾ ജയ്സ്വാൾ ഇന്നത്തെ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദർ ടോപ്പ് സ്കോറായി എന്ന് പറഞ്ഞത് കൊണ്ട് ആ ടോപ്പ് സ്കോർ കൊണ്ട് ഇന്ത്യക്ക് ജയിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ടോപ്പ് സ്കോറായി എന്ന് ബൗളിംഗിൽ ഉൾപ്പെടെയുള്ള ഒരു പരീക്ഷണം വിജയിച്ചു നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നുണ്ടോ?